ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് കാര്യം ചാനലിലേക്ക് പറയാനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മറ്റില്ലേ ഇതിന്റെ ഇടയിൽ എൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത് ഹസ്ബൻഡ്. ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തമന്നയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മാറ്റല്ലേ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോണേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-20 ദിവസമായി. എന്നെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഒത്തിരി പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് ഹസ്ബൻഡ്, പിള്ളേർ, റാന്നിയിൽ എൻ്റെ കുടുംബത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 20 ദിവസമായതേ ഉള്ളൂ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. മാറി ചിന്തിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് ഈ ഒരു 20 ദിവസം കൊണ്ടാണ്. എഡിറ്റിംഗ് ചെയ്യുന്നു. ഒരു വീട്ടമ്മ, ഞാൻ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഞാനാ എഡിറ്റിംഗ് ചെയ്യുന്നു, വോയിസ് കൊടുക്കുന്നു, ഫോൺ പിടിച്ച് വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും ഇനിയും വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മുഴുവനും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. തെറ്റുകളുണ്ടെങ്കിൽ എനിക്കത് കമൻറ്റിലൂടെ പറഞ്ഞു തരണം. തെറ്റ് മാത്രമല്ല, ഒരു ഹായ് അയച്ചാൽ മതി, എനിക്ക് ഒരുപാട് സന്തോഷമാകുമേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ ഞാൻ നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ചമ്മലുണ്ട്. പുറകാലെ മാറിക്കോളും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങുന്നത് രാവിലെ ഒരു 8:30-ക്ക് ശേഷമാണ്. പതിവ് പോലെ തന്നെ ഞാനുണ്ട്, ചേട്ടായുണ്ട്, മക്കളുണ്ട്. ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടിട്ട് എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഒരു കമന്റ് ഇടണേ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരമായി യാത്ര തുടങ്ങിയിട്ട്. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കണമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ കണ്ടത്. ആ പേര് പോലെ തന്നെ നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ് അവിടെ. ഞങ്ങൾ പല ആൾക്കാരെ കണ്ടു, കമിതാക്കളെ കണ്ടു, യുവാക്കളെ കണ്ടു, ജോലിക്ക് പോയിട്ട് ഫീൽഡ് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. അവരും അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. അവിടെ വള്ളമൊക്കെ വലിയതായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ സീസോ ഒക്കെ ഉണ്ടായിരുന്നു. ടീ ഷോപ്പുകൾ കുറെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഈവനിങ് ടൈമിലായിരിക്കും അതൊക്കെ തുറക്കുന്നത്. നല്ലൊരു സ്ഥലവാ. നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റിയ, നല്ല കാറ്റ് വീശുന്ന, എന്തോ ചൂടാ, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഒക്കെ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉള്ളത് നല്ല കാര്യം. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു റിലാക്സാ അവിടെ പോയി ഇരിക്കുമ്പോ. പിന്നെ ഞാൻ നോക്കിയപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചേട്ടായിയും പിള്ളാരും എല്ലാം കൂടെ ഊഞ്ഞാലാടുന്നേ. എനിക്ക് പിന്നെ ഇരിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് അവര് കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. കഴിഞ്ഞപ്പം ഞങ്ങള് പോകേണ്ട സ്ഥലത്ത് കുറച്ച് വൈകി. അതുകൊണ്ട് ഞങ്ങള് പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങി. കുറച്ച് ദൂരവും കൂടെയും പോകാനുണ്ടായിരുന്നേ. ഞങ്ങൾ എവിടാ പോകുന്നേന്ന് പറഞ്ഞില്ലല്ലോ. കുട്ടികളുടെ ആശുപത്രി ആയിട്ടുള്ള ESLാ പോകുന്നത്. ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് നിങ്ങൾ പറയണേ. അവിടെ ചെല്ലുമ്പളേ ഞങ്ങളവിടെ ചെന്നപ്പോ ഒരു 11:45 ആയി. ആ ഒരു ടൈമിലൊക്കെ വരണംന്ന് ഓർത്തിട്ടാ നമ്മള് വീട്ടീന്ന് ഇറങ്ങിയത്. രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിക്കണം. ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. നേരത്തെ വന്ന എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാ ഞങ്ങൾ ആ ഒരു സമയത്ത് വന്നത്. ഇവിടെ ആണെങ്കില് കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നല്ലൊരു ഹോസ്പിറ്റലാ. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് വന്നാലും ഇവിടെ കൊണ്ടുവന്നാലേ അത് മാറത്തുള്ളൂ. അവിടെ ചെന്നപ്പം അവിടുത്തെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഉള്ള ഒരു ക്ലാസ് നടക്കുമായിരുന്നു. അമിതവണ്ണമാണ് വിഷയം. ഇപ്പൊ മോനാണെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാ. എന്തുവാ സംഭവം എന്നൊക്കെ ഉള്ളതേ. പിന്നെ നോക്കിയപ്പം അവൻ ഒറ്റയ്ക്ക് പോയി മാറിപ്പോയി ഇരിക്കുവാ. ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടായി വരും. ചേട്ടാ ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കുവായിരുന്നു. അച്ഛ വരുന്നുണ്ട്. അച്ഛന്റെ കൂടെ പോയി ഇരിക്കുന്ന് പറയുവാണേ. OP ടിക്കറ്റ് എടുക്കാനൊന്നും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കൊക്കെ കുറവായിരുന്നു. എന്തോ പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ. മോനാണെങ്കില് മൂത്ത ആൾക്കാണ് നല്ല ചുമയാണ്. ചുമാന്ന് പറഞ്ഞാൽ സാധാ ചുമയല്ല. ഉറങ്ങാൻ പോലും പറ്റത്തില്ല. പകലൊന്നും അവന് കുഴപ്പമില്ല. രാത്രിയിലാവുമ്പം ഒരുപോലെ കണ്ണടയ്ക്കത്തില്ല. അതുപോലെ ചുമയാ. അവനീ ഇൻഹേലറൊക്കെ എടുക്കുന്നുണ്ട്. മരുന്നും തീർന്നായിരുന്നേ. പിന്നെ ഞങ്ങള് ഡോക്ടറെയൊക്കെ കണ്ട് അവിടെ ഒരു 15 മിനിറ്റത്തെ കാര്യം ഉണ്ടായിട്ടുണ്ട് ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു പോവാ. എന്നെ എന്തോ പള്ള് പറയുവാ. അച്ഛനും മക്കളും എല്ലാരും കൂടെ എന്തോ എന്നെ കളിയാക്കുവാ. അപ്പൊ ഞാൻ പിന്നെ ആള് കളിച്ചങ്ങ് പോയപ്പോഴേക്കും ഏഹ് കൊച്ചിനെ പിടിക്കടീന്ന് പറയുവാ. ഞാൻ പിന്നെ കുഞ്ഞിനെ എടുത്തോണ്ട് ഞങ്ങള് പോവാ. ചേട്ടായിയോട് ഗുസ്തി പിടിച്ചോണ്ടാ പോകുന്നത്.
എനിക്കൊന്ന് വീഡിയോ എങ്ങാണ്ട് എടുത്തു തരാത്തതിനെങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്തോ പറഞ്ഞ് എന്നെ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുവാണേ. അപ്പം മോനാണെങ്കിൽ അവിടെ തൊട്ടേ തുടങ്ങിയതാ. ലിസ്റ്റുകൾ തുടങ്ങി. അത് വേണം, ഇത് വേണോന്നൊക്കെ. വണ്ടി എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവന് ഒരു ലേസ് അങ്ങ് മേടിച്ചു കൊടുത്തു. ഞാനൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചോദിച്ചിട്ട് ഞങ്ങടെ അവിടുന്ന് ഹോസ്പിറ്റലീന്ന് തുടങ്ങിയ യാത്ര വന്ന് നിന്നത് മല്ലപ്പള്ളിയിലാ. വീടെടുക്കാറായപ്പളാ. അപ്പളാ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു തന്നത്. ഞങ്ങടെ ഓട്ടോ പിന്നെ അങ്ങനെ ഇടയ്ക്കൊന്നും അങ്ങനെ നിർത്തത്തില്ല. ഏഹ് കുഞ്ഞാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ടൊമാറ്റോ സോസ് വേണോന്നൊക്കെയായി പറയുന്നതേ. ഞങ്ങള് പിന്നെ ഓരോ ഗ്ലാസ് വെള്ളവും മേടിച്ച് കുടിച്ചിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ആ ചേട്ടായിയുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരനോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്ന കാര്യമൊക്കെ പറയുവാ. അപ്പൊ ഇരുന്ന് ചിരിക്കുന്നേ. പിന്നെ തിരിച്ചു പോയി. എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.